എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2024 ഓണക്കാലം വരവായി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ എല്ലാവർക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നോർത്തിലുള്ള ഫ്ലവർ ഷോപ്പിലാണുള്ളത്. ഈ സൈഡിലാണെങ്കിൽ കച്ചേരിപ്പടി, ഈ സൈഡിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ 24 hour ഓപ്പൺ ആണ്. ഇതാണ് ഓർക്കിഡ് ഫ്ലവർ ബസാർ എന്നാണ് ഇവരുടെ ഷോപ്പിൻ്റെ പേര്. 24 hours ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഓണക്കാലം അടുക്കുമ്പോൾ അതിനനുസരിച്ച് വിലയും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ കറൻ്റ് 100 രൂപ തൊട്ട് 500 രൂപ വരെയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇവിടെ ലോഡ് വരുന്നതനുസരിച്ച് ഇവർക്ക് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഫ്ലവർ വരുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൈസിന് വേരിയേഷൻസ് ഉണ്ടാവും. പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ 24 hours ഓപ്പൺ ആണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലക്കുറവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. കംപ്ലീറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആണ്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പ്. ആ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഓർക്കിഡ് ഫ്ലവർ ബസാറാണ് സ്ഥലം. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ വിലക്കുറവിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. പിന്നെ ഈ കാണുന്നതും വേറൊരു ഫ്ലവറിൻ്റെ ഷോപ്പാണ്. ഇതാണെന്നുണ്ടെങ്കിൽ 800 രൂപ കിലോ, 600. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ 600. ഇത് ഡെയിലി ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണല്ലേ, ഡെയിലി വരുന്നതാണ്. ഓക്കെ, നിങ്ങളെങ്ങനെ ടൈമിങ് വരുന്നത്? വെളുപ്പിന് 4 മണി തൊട്ട് രാത്രി 12 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് വരുന്നവർ ഇവിടെയും കയറുക. അപ്പോൾ നിങ്ങൾ വരുന്നവരെല്ലാവരും ഇവിടെ കയറുക, ഇവിടുന്ന് ഫ്ലവേഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഒരുപാട് ഫ്ലവേഴ്സ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും വന്ന് എടുക്കാം. കലൂർ പാലാരിവട്ടം സൈഡിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നോർത്ത് പാലം ഇറങ്ങി ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ 24 മണിക്കൂർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ഫ്ലവർ മേടിക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇവിടെ എല്ലാം നല്ല കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വരുന്നത്. 24 മണിക്കൂറുണ്ട്. അപ്പോൾ 24 മണിക്കൂറും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 24 hours ഇവിടെ ഓപ്പൺ ആണ്. ഓണപ്പൂക്കളം ഇടാൻ താല്പര്യമുള്ളവർ, അപ്പോൾ നിങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ ഒന്ന് മേടിക്കുക. വളരെ വിലക്കുറവിൽ ഫ്ലവേഴ്സ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതാണ് കൊച്ചിയിലെ ഫ്ലവർ കിട്ടുന്ന വേറൊരു സ്പോട്ട്. കറക്റ്റ് സ്പോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള, അല്ലെങ്കിൽ എറണാകുളം ടൗൺ ഹാളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള പരമാര റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പരമാര റോഡിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ കംപ്ലീറ്റ് ഫ്ലവറിൻ്റെ ഷോപ്പാണ് വരുന്നത്. ഇവിടുന്ന് ഫ്ലവർ മേടിക്കുക. ചേട്ടാ, ഇതൊക്കെ എങ്ങനെയാണ് വില വരുന്നത്? 200 രൂപ. അപ്പോൾ ഇതൊക്കെ കിലോ 200 രൂപയാണ് വരുന്നത്. മിക്സ്ഡ് ആയിട്ടൊക്കെ കൊടുക്കും. മിക്സ്ഡ് ആകുമ്പോൾ എങ്ങനെയാണ്? അപ്പം 100 രൂപ തൊട്ട് മിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് മേടിക്കും. ഇവിടെ കംപ്ലീറ്റ് ഫ്ലവറിൻ്റെ ഷോപ്പാണ്. ഇതെങ്ങനെയാണ് വിലയൊക്കെ വരുന്നത്? കിലോ 150. ഓക്കെ, ഇത് 150, ജമന്തി 150, ഓറഞ്ച് ജമന്തി 150. മിക്സ്ഡ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എത്ര രൂപയാണ്? 100 രൂപ തൊട്ട് നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മിക്സ്ഡ് ആയിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മിക്സ്ഡ് ആയിട്ട് മേടിക്കാം. എറണാകുളം പരമാര റോട്ടിലുള്ള ലൊക്കേഷനാണ്. എല്ലാവരും ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്താണ്, പാലാരിവട്ടം ജംഗ്ഷനിലാണ്. അപ്പോൾ ഈ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനാണുള്ളത്. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. കാക്കനാട് നിന്ന് വന്നവരാണെന്നുണ്ടെങ്കിൽ പാലാരിവട്ടം ജംഗ്ഷൻ, തമ്മനത്തേക്ക് പോകുന്ന ജംഗ്ഷൻ്റെ അവിടെയാണ് ഈ സ്ഥലം ഉള്ളത്. ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്. ഇവിടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് വിലയും കാര്യങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ടൈമിങ്ങിൻ്റെ കാര്യം ചോദിക്കാം. 6 മണിക്ക് തുറക്കും. അപ്പോൾ രാവിലെ 6 മണിക്ക് ഇവർ ഓപ്പൺ ആണ്. രാത്രി എത്ര മണി വരെ ഉണ്ട്? അപ്പോൾ രാത്രി 12 മണി വരെ ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് ഇവിടെ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 400 കിലോ 400 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കിലോ 400. ഇത് ജമന്തി, ഇത് 150, മഞ്ഞ ജമന്തി ഇത് 150. ഇത് 150 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റോസ് 400 ആണ് വരുന്നത്. 1 കിലോ 400 ആണ് വരുന്നത്. കുറച്ച് തരും അല്ലേ? 50 രൂപക്കും 100 രൂപക്കും ഇത് മിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് മിക്സ്ഡ് ആയിട്ട് അവർ തരും. അപ്പോൾ 50 രൂപക്ക് വേണമെന്നുണ്ടെങ്കിൽ 50 രൂപക്ക് തരും. 100 രൂപക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപക്കും തരും. അരളി 400. ഇത് അരളി 400. വാടാമല്ലി 300. വാടാമല്ലി ആണെങ്കിലും 300 രൂപ. ഇത് എവിടെ നിന്നാണ് വരുന്നത് അല്ലേ? കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. തെച്ചിപ്പൂ അല്ലേ? ഇതെങ്ങനെയാണ് വരുന്നത്?
ഇത് 40 രൂപ, ഒരു മുഴത്തിന് 40 രൂപയാണ് തെച്ചിപ്പൂ വരുന്നത്. ഇവിടെ ഒരുപാട് ഫ്ലവർ വെക്കുന്ന ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ട്, ഇതിന്റെ അപ്പുറത്തുണ്ട്, ഇതിന്റെ അപ്പുറത്തുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ഇവർ ഓപ്പൺ ആണ്. ഇന്നിപ്പോ ഉള്ളത് എടപ്പള്ളി ടോളിലാണ്. എന്താണ് ചേട്ടന്റെ പേര്? ബാബു. ബാബു, ഓക്കെ. ഇപ്പൊ റേറ്റ് പോണത് വെള്ള വന്ന് 700 രൂപയ്ക്കാണ് പോകൊണ്ടിരിക്കുന്നത്. വയലറ്റ് വന്ന് 500 രൂപ, ഓക്കെ. റോസ് വന്ന് 500 രൂപ, വാടാനമല്ലി 300 രൂപ, ഓക്കെ. ഇത് വന്ന് കെട്ട് 100 രൂപ, 100 രൂപ വന്ന് 600 രൂപ, 600 രൂപ കിലോ അല്ലേ? ഇത് കിലോ 600 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇത് കിലോ 700 രൂപയാണ്, കിലോ 600 രൂപ. ഇതാണെങ്കിലോ 500 രൂപ. 500 രൂപ. ചെറിയ റോസ് അല്ലേ? ചെറിയ റോസ് കിലോ 500. ഇതൊക്കെ ജമന്തി അല്ലേ? ജമന്തി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് 200 രൂപയാണ്. 200. ഓക്കെ. അപ്പൊ ജമന്തി 200. ഇത് എല്ലാ ജമന്തി 200 ആണ്. 200. ഓക്കെ. അപ്പൊ എല്ലാ ജമന്തിയും 200 ആണ്. ഞാനിപ്പോ നിൽക്കുന്നത് എടപ്പള്ളി ടോളിലുള്ള ജെയ്ക്കോ ജ്വൽസ് എന്ന് പറയുന്ന ജ്വല്ലറിയുടെ തൊട്ടടുത്താണ്. ഇതാണ് വേറൊരു സ്പോട്ട് വരുന്നത്. എന്താ ചേട്ടന്റെ പേര്? വിവേക്. ഓക്കെ. വരുന്നത് റേറ്റ് റെഡ് എർലി എന്ന് പറയും. റെഡ് എർലി. ഇത് ഫിംഗർലി എന്ന് പറയും. ഫിംഗർലി. ഓക്കെ. നമുക്ക് 400 രൂപയാണ് കിലോ. 400 രൂപ കിലോ. ഇതാണെന്നുണ്ടെങ്കിൽ 400 രൂപ കിലോ. ഇത് 300 രൂപ. ഇത് 300 രൂപ കിലോ വരുന്നത്. ഇപ്പോ ആസ്ട്ര അല്ലെ? ആസ്ട്ര എന്ന് പറയുന്ന ഈ ഫ്ലവറിന് 300 രൂപ കിലോ, 50 രൂപ. ഇത് ഈ ഒരു കെട്ടിന് 50 രൂപയാണ് വരുന്നത്. റെഡ് റോസ്. റെഡ് റോസ് സ്മോൾ ആണ് അല്ലെ? ഇതെങ്ങനെ? 250 രൂപ. 250 രൂപ. ഇതാണെന്നുണ്ടെങ്കിൽ 250 രൂപ. അപ്പൊ നമ്മുടെ ജമന്തി ഒക്കെയാണ്? ജമന്തി കിലോ 100 രൂപ ഉള്ളൂ. ജമന്തി കിലോ 100 രൂപ. ഓക്കെ. അതും അതായത് നമുക്ക് കിലോ കണക്കിന് കൊടുക്കും. കിലോ കണക്കിനാണ്. നമ്മൾ ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, റീറ്റെയിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങൾ മിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ എല്ലാ ഫ്ലവേഴ്സും? എല്ലാ ഫ്ലവേഴ്സും മിക്സ്ഡ് ആയിട്ട് കിറ്റ് 100 രൂപ. അപ്പൊ മിക്സ്ഡ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കവറിൽ അതിൽ മിക്സ്ഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? എല്ലാ വാടാമല്ലി, എല്ലാ കളറും ഉണ്ടാവും. എല്ലാ കളറും ഉണ്ടാവും അല്ലെ? വാടാമല്ലി, ജമന്തി, വൈറ്റ്, പിങ്ക്, റെഡ്, എല്ലാ കളേഴ്സും നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാവും. ഓക്കെ. ഫ്ലവേഴ്സ് കണ്ടാൽ തന്നെ അറിയാം എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഇത് ഡെയിലി വരുന്നതാണോ? ഡെയിലി വരും. ഇത് എവിടെ നിന്നാണ് ശരിക്കും വരുന്നത്? ഉടുമ്പേട്ട, പിന്നെ ഊട്ടി, ഓരോരോ സ്ഥലത്തുനിന്നാണ് വരുന്നത്. അവ നമുക്ക് ഉടുമ്പേട്ടയാണ് അധികം നമുക്ക് പൂവൊക്കെ വരുന്നത്. വലിയൊരു ഗോഡൌൺ ഉണ്ട്, അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇട്ടേക്കണത് എന്താണ്? ഇത് ലോഡ് രാവിലെ മോർണിംഗ് 3 o'clock വന്നിട്ട് സ്റ്റോക്ക് ചെയ്താണ്. ഓക്കെ. നമുക്ക് 7 ഷോപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എടപ്പള്ളി ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് മേടിക്കാം, നല്ല വിലക്കുറവിൽ മേടിക്കാം. അത്യാവശ്യം നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഗോഡൗൺ വരുന്നത്. ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് ആണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഓണപ്പൂക്കളം ഇടാൻ ആഗ്രഹിക്കുന്നവരെല്ലാരും ഇങ്ങോട്ടേക്ക് വരിക, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മലയാളികളുടെ അല്ലെങ്കിൽ എല്ലാവരെയും ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ വളരെ നന്ദി ചേട്ടാ, വളരെ നന്ദി. ഓക്കെ, ഹാപ്പി ഓണം.